പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പ്രഭാതത്തിൽ ഒരു ദൈവവചന ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കാം. 145 സങ്കീർത്തനം അതിൻ്റെ 14 വാക്യം, അതിൻ്റെ 2 ഭാഗമാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. 145 സങ്കീർത്തനം 14 വാക്യം ഇങ്ങനെ വായിക്കുന്നു: വീഴുന്നവരെ ഒക്കെയും യഹോവ താങ്ങുന്നു, കുനിഞ്ഞിരിക്കുന്നവരെ ഒക്കെയും അവൻ നിവർത്തുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നവനാണ് എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തല കുനിഞ്ഞു പോകുവാൻ, നമ്മുടെ ജീവിതം കുനിഞ്ഞ അവസ്ഥയിൽ, താണ അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. നിരാശകൾ, രോഗങ്ങൾ, പൈശാചിക പോരുകൾ, പാപത്തിൻ്റെ ശക്തികൾ, ജീവിതത്തിൽ വന്നു ഭവിക്കുന്നതായ അനർത്ഥങ്ങൾ, വിവിധങ്ങളായ കാരണങ്ങളാൽ നമ്മൾ കുനിഞ്ഞു പോകുവാൻ സാധ്യതയുണ്ട്. നമ്മളൊക്കെ ജീവിതത്തിൽ പലപ്പോഴും കുനിഞ്ഞു പോയവരാണ്. നാളെക്കുറിച്ച് വിചാരിക്കുമ്പോൾ, അല്ലെങ്കിൽ പല സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ തല കുനിഞ്ഞു പോകുമോ എന്നൊക്കെ ആശങ്കപ്പെടുന്നവരുമാണ്. ഒരുപക്ഷെ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളിൽ ചിലർ ജീവിതത്തിൽ കുനിഞ്ഞ അവസ്ഥയിലായിരിക്കും ഇപ്പോൾ ആയിരിക്കുന്നത്. നിങ്ങൾ കുനിഞ്ഞ അവസ്ഥയിൽ, തല കുനിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിൽ, ജീവിതത്തിൽ തല ഉയർത്തുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ ആയിരിക്കുന്നതിന് പിന്നിൽ പല കാരണങ്ങളുണ്ടായിരിക്കാം. നിങ്ങൾ കുനിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് സ്വതവേ നിവർന്നു വരുവാൻ കഴിയാത്തവരായി മാസങ്ങളായി നിങ്ങൾ ദുഃഖം അനുഭവിക്കുന്നുണ്ടാവാം. നിങ്ങളെ ഒന്ന് തല ഉയർത്തിക്കൊണ്ടുവരുവാൻ, നിങ്ങൾക്കൊന്ന് നിവരെ നിൽക്കുവാനായിട്ട് സഹായിക്കുവാൻ, നിങ്ങളെ ശക്തീകരിക്കുവാൻ നിങ്ങളുടെ മാതാപിതാക്കൾക്കോ നിങ്ങളുടെ സഹോദരങ്ങൾക്കോ ഒന്നും കഴിവില്ലാത്തവരായി അവർ നിസ്സഹായരായ അവസ്ഥയിലായിരിക്കും ഒരുപക്ഷെ ഇപ്പോൾ ഉള്ളത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമുക്കൊരു പ്രത്യാശ തരുന്നു. യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവരുമാറാക്കുന്നു. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളെ നിവർത്തുവാൻ, നിങ്ങളെ ഉയർത്തുവാൻ, നിങ്ങളുടെ കുനിഞ്ഞ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ നിവരുമാറാക്കുന്ന ഒരു നല്ല ദൈവം നിങ്ങൾക്കുണ്ട്. ആ ദൈവത്തിൽ നിങ്ങൾ ആശ്രയിക്കുക. ആ ദൈവത്തിൽ നിങ്ങൾ വിശ്വാസം അർപ്പിക്കുക. ഇടവിടാതെ നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുമ്പിൽ പകരുക. അവൻ നിങ്ങളെ ഉദ്ധരിക്കും. കുനിഞ്ഞിരിക്കുന്നവരെ നിവരുമാറാക്കുന്ന ദൈവം നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ താഴ്ചകളിൽ നിന്നും, എല്ലാ താഴ്വരകളിൽ നിന്നും, എല്ലാ സമ്മിശ്രമായിരിക്കുന്ന, ദുഃഖം നിറഞ്ഞിരിക്കുന്ന, സങ്കടം നിറഞ്ഞിരിക്കുന്ന, പ്രത്യാശ അറ്റുപോയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങളെ, അസ്ഥി താഴ്വരകളെ സൈന്യ താഴ്വരകളാക്കി മാറ്റിയ ദൈവത്തിൻ്റെ കൈകൊണ്ട്, ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം വിശ്വസ്തനാകുന്നു. അതുകൊണ്ട് വലിയ പ്രത്യാശ തരുന്ന ഈ സന്ദേശം, പ്രതീക്ഷ തരുന്ന ഈ സന്ദേശം നമ്മളോട് ദൈവം അറിയിക്കുമ്പോൾ കർത്താവിൽ ധൈര്യപ്പെടുക. എന്താണ് ദൈവം നമ്മളോട് ഈ സന്ദേശത്തിലൂടെ പറയുന്നത്? നീ തകർന്നു പോവുകയില്ല, നീ അസ്തമിച്ചു പോവുകയില്ല, നിന്നെ നിവരുമാറാക്കുന്ന ഒരു ദൈവമായി ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്നെ സഹായിക്കുന്ന ശക്തനായ ഒരു സഹായകനായി ഞാൻ നിന്നോട് കൂടെയുണ്ട്. അതെ, നിങ്ങൾ പ്രത്യാശയറ്റവരല്ല, നിങ്ങൾക്ക് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കാം. ദൈവം നിങ്ങളെ നിവരുമാറാക്കും. സ്വർഗീയ പിതാവേ, ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും നീ സഹായിക്കണം. അവരുടെ ജീവിതത്തിൽ കുനിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം അവരെ നിവരുമാറാക്കണം. യേശുവിൻ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.